ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു വെച്ചിട്ട് ഒരു ഇതുപോലെ ലഡ്ഡുവാണ് കേട്ടോ. ചക്കക്കുരു ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ചക്കയിലേറെ പോഷക ഗുണങ്ങളുണ്ട് ചക്കക്കുരുവിൽ അല്ലേ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് വയറ്റിലാക്കുക എന്നുള്ളതാണ് ഒരു ടാസ്ക്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും തീർച്ചയായിട്ടും കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഒരു സ്നാക്സ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാനൊരു 35 ചക്കക്കുരു ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മൂത്ത ചക്കയുടെ കുരുവാണ് കേട്ടോ അത് എടുക്കേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല പൊടിയില്ല ചക്കക്കുരു എടുക്കാനും നോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഇനി തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തൊലി മാത്രമാണ് കളഞ്ഞിട്ടുള്ളത്, ഇതിൻ്റെ ബ്രൗൺ കളർ കളഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ബ്രൗൺ കളർ കളയരുത്, അതാണ് നമുക്ക് ഏറ്റവും നല്ല പോഷകഗുണമുള്ള സംഭവമാണ് ചക്കയുടെ ഈ ബ്രൗൺ കളർ കേട്ടോ. അപ്പോൾ അതോടുക്കനെയാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചക്കൻ്റെ കുരു ഓരോന്നെടുത്തൊന്ന് കനല്ലാതെ ചെത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും കനല്ലാതെ എടുക്കണം. അപ്പോൾ കണ്ടോ ഞാനിത് ഇതുപോലെ ഒരു തിന്നായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ചെറുതായിട്ട് കനലാതെ ഇതേ ഒരു രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക ഉണ്ടോ. ഈ ഒരു കട്ടിയിലാണ് ഞാനിത് കനലാതെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏറ്റവും കനലാതെ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും കനലാതെ എടുക്കുക. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ ചക്കക്കുരു ഉണ്ടല്ലോ അത് അതിലിട്ടുങ്ങാണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കനല്ലാതെ കട്ട് ചെയ്യാൻ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് തന്നെ വറവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ആദ്യം കുറച്ച് വെള്ളം ഉണ്ടാവും, ഇത് നന്നായിട്ട് ചട്ടിയിലേക്കൊന്നും വെള്ളം ഇറങ്ങി വരില്ല കേട്ടോ. ചെറുതായിട്ടൊരു വിയർപ്പ് പോലെ നമ്മളുടെ ഇത് ചൂടാവുമ്പോൾ ഈ ഒരു ചക്കക്കുരുവിൽ കാണും. അതൊന്ന് ഡ്രൈ ആയിങ്ങാണ്ട് വറുത്തെടുക്കണം കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ചക്കക്കുരുവിൽ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ഹൃദയാരോഗ്യം നിലനിർത്തുകയും ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ എല്ലുകൾക്കും പേശികൾക്കും ആവശ്യമായ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളൊരു സാധനവും കൂടിയാണ് ഈ ചക്കക്കുരു. അതുകൊണ്ട് തന്നെ ചക്കക്കുരു കഴിക്കുന്നത് നമ്മളുടെ എല്ലുകൾക്കും പേശികൾക്കും വളരെ നല്ലതാണ്. അതുകൊണ്ട് ആരും തന്നെ ഇത് ഒഴിവാക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്കക്കുരു വറവാകുമ്പോൾ നല്ലൊരു കൊതിപ്പിക്കണ സ്മെല്ലും ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിത് 2 ബാച്ചാക്കിയിട്ടായിരുന്നു വറുത്തെടുത്തിരുന്നത് കേട്ടോ. ഒറ്റയടിക്ക് വറുത്തെടുക്കരുത്, പെട്ടെന്ന് വറവാവില്ല. അപ്പോൾ നമ്മുടേത് ഏകദേശമൊക്കെ വറവായി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ചക്കക്കുരു എടുത്തതുപോലെ പൊട്ടിക്കുന്ന ആ ഒരു പരുവാവണ വരെ നമ്മളിത് വറുക്കണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റ് എന്തായാലും ആവും. അപ്പം നമ്മളിത് ആദ്യത്തെ ബാച്ച് ഒരു മിക്സിയിലിട്ടിട്ട് ആ ചൂട് കൊടുക്കാൻ തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടു, എന്നിട്ട് അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ മറ്റേ ബാച്ചും വറുത്തെടുത്തു കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരി ഉണ്ടല്ലോ, നമ്മൾ ചോറൊക്കെ വെക്കണ അരി, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പച്ചരിയല്ല, നമ്മൾ ചോറ് വെക്കണ അരിയാണ് കേട്ടോ. ആ അരിയും കൂടി ഇതിലിട്ടുങ്ങാണ്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നമ്മൾ ഈ അരി വറുത്തെടുക്കുമ്പോൾ നമ്മളുടെ പാത്രം നന്നായിട്ട് ചൂടാവണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വറവാകില്ല, പിന്നെ കല്ലച്ച് വരും കേട്ടോ. അതായത് നമുക്ക് കടിക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തേക്ക് വരും. അപ്പോൾ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ചട്ടിയിലേക്ക് അരി ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് വറുത്തെടുക്കുക കേട്ടോ. നല്ലൊരു ഗോൾഡൻ കളറാണ് വരെ നമ്മൾ ഈ അരി വറുത്തെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ അരി ഇവിടെ വറവായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ആ ചട്ടിയിലിട്ട് ഒന്നും കൂടി വറുത്തെടുക്കാം.
ഇനി ഇത് മിക്സിൻ്റെ ജാറിലേക്ക് രണ്ടാമത്തെ ബാച്ചും ഈ ഒരു അരിയും കൂടി ഞാൻ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം വേണമെന്നുണ്ടവർക്ക് 2 ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു വലിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു വലിയ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് പൾസ് ബട്ടണിന്മേൽ വെച്ചിട്ട് നമ്മളിത് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഞാനിത് ക്രഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ തേങ്ങയും അരിയും ചക്കക്കുരുവും പാടെ ക്രഷ് ചെയ്തു. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പോളം ശർക്കര ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര നമുക്ക് പാനിയാക്കിയിട്ട് നമ്മൾ ഈ മിക്സ് അതിലേക്ക് ഇട്ടുങ്ങാണ്ടും എടുക്കാം. എനിക്കൊന്നും കൂടി ഈസി ആയി തോന്നിയിരിക്കണത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ശർക്കരയും കൂടി ഗ്രേറ്റ് ചെയ്ത് പൾസ് ബട്ടണിൽ ഇട്ടുങ്ങാണ്ട് ഞാൻ ഇത് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ അത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ശർക്കരയൊക്കെ നമ്മളുടെ മധുരത്തിന് അനുസരിച്ച് നമുക്ക് കൂട്ടി കൊടുക്കാം. ശർക്കരയും തേങ്ങയും എത്ര കൂട്ടിയാലും ടേസ്റ്റ് കൂടുതലേ ഉള്ളൂ കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക ഇട്ട് കൊടുക്കാം. എനിക്ക് അതിൻ്റെ ഫ്ലേവർ വലിയ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വലിപ്പത്തിനനുസരിച്ച് ഓരോരോ ചെറിയ ഉരുളകളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് ഈ സംഭവം കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കി. ചക്കക്കുരൊക്കെ കഴിക്കാനൊക്കെ മടിയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ കഴിക്കും കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളൊക്കെ സ്കൂൾക്ക് സ്നാക്സായിട്ട് കൊടുത്തയക്കുകയും ചെയ്യുക. അവർ വരുമ്പോഴേക്ക് ഇത് ഉണ്ടാക്കിയൊക്കെ ആണെങ്കിൽ അവർക്ക് വലിയ സന്തോഷമാവുകയും ചെയ്യും, അവർ കഴിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്തോളി. ഓരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോട്ടെ. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും നല്ല ഫീഡ്ബാക്ക് അറിയിക്കും കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.